എന്തിട്ട് പരിപാടി മക്കളെ, ഒരു രക്ഷയില്ലാട്ടാ. നല്ലതാണ് വന്ന്. എന്താണെന്നറിയില്ല, 7 മണിയായി, കയ്യൊക്കെ മരവിച്ചു തുടങ്ങി ആകെ. ഇന്നലെ പെട്രോൾ പമ്പിൽ കിടന്നേ, ഇന്നലെ ഉറങ്ങാൻ പറ്റിയിട്ടില്ല. ഈ പെട്രോൾ പമ്പിൽ രാവുണ്ടല്ലോ, ഏതാണ്ട് 3 ആൾക്കാർ അവിടെ നിന്ന് വിടുന്നുണ്ട്. കള്ളുടിച്ചോട്ടെ, പ്രശ്നമൊന്നുമില്ല, അവരെ പമ്പല്ലേ, എന്തേലും ആയിക്കോട്ടെ. ഇയാൾ തൊഴിലില്ല, ഇയാളുടെ വീഡിയോ എടുക്കണമെന്നുണ്ട്. കിണി എന്നുണ്ട്, ദേഷ്യം വന്നിട്ടുണ്ട്. എന്ത് വെറുപ്പില്ലാന്ന് വെച്ചിട്ടാ അവൾക്ക് ഫോട്ടോ എടുക്കണം. ഞാൻ പറഞ്ഞിട്ടുണ്ട് വീഡിയോ രാവിലെ എടുത്തേരാ ചേട്ടാ എന്നൊക്കെ പറഞ്ഞു തുടങ്ങി. ഏറ്റവും തൊഴിലേക്കാട് ഇയാൾ ടെൻ്റൊക്കെ പൊളിക്കുന്നുള്ളതല്ല ഈ തട്ടിയിട്ടൊക്കെ. എടാ അവനെ കാണിച്ചു തരാട്ടാ. എന്നിട്ട് ഞാൻ ഇപ്പോൾ കാലത്ത് എൻ്റെ പല്ലിലേക്ക് എന്നൊക്കെ നിന്നപ്പോഴേ ഇടാ കുളിച്ച് കുട്ടപ്പനായിട്ട് നിൽക്കുക. ഞാൻ കാണിച്ചു തരാട്ടാ അവനെ. ഈ ചെക്ക് ഷർട്ടാട്ടോ. ബൈ. ഓക്കെ ബൈ. അതിൻ്റെ ഉള്ളിൽ 3 ആളിരിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഞാൻ കുറച്ച് നേരം കൊണ്ടുവന്ന് വർത്താനം മുഴുമിച്ചെടുത്തു. എന്താ അല്ലേ, ഇന്നലത്തെ ഉറക്കക്കാരന് സുഖമായിട്ടില്ല. അങ്ങനെയാണ് കാര്യങ്ങൾ. ഇനിയിപ്പോൾ ഇവിടുന്ന് എങ്ങോട്ടാ പോകേണ്ടതെന്ന് ആലോചിക്കണേ. മറ്റേ ചാർഖണ്ഡ് ഛത്തീസ്ഗഡാ അങ്ങനത്തെ ഒരു സ്ഥലമുണ്ട് ഇവിടെ. അപ്പോൾ അങ്ങോട്ട് കൂടിയിട്ട് പോയിട്ട് ലുധിയാന പോകണമെന്ന് ആലോചിക്കണേ. ടെൻറ്റിൻ്റെ മൊത്തം അടപ്പളകി, ടെൻറ്റ് ഇടാനേ പറ്റുന്നില്ല. ഇന്നലെ എങ്ങനെയോ കഷ്ടപ്പെട്ടാണ് ഇട്ടൊന്ന് സെറ്റാക്കിയത്. ഇനിയിപ്പോൾ ഇന്നൊക്കെയുള്ളത് ഇനി നോക്കണം. അപ്പോൾ ഇവിടെ പോണ വഴിക്കൊരു ഡെക്കാത്തലുണ്ട്, അവിടെ കയറിയിട്ട് ചോദിച്ചു നോക്കണം എന്തെങ്കിലുമൊക്കെ ചെയ്തു തരാൻ പറ്റുമോ, കാര്യങ്ങൾ എങ്ങനെയാണെന്നുള്ളതൊക്കെ നോക്കി നോക്കട്ടെ. ഞാനേ മെല്ലെ ഇവിടെ നിന്ന് ഇറങ്ങാൻ നോക്കട്ടെ. തണവ് പോണേക്കാളും മുന്നും പറ്റണം, അവിടെ വരെ എത്തിക്കഴിഞ്ഞാൽ സുഖമാണ്. അപ്പം ശരി. കാലത്ത് ഡെക്കാത്തലുണ്ട് എന്താ അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിഷന്ന് തുടങ്ങി. പിന്നെ വേറെ ഭാഗമൊന്നുമില്ല. അപ്പം നേരെ പറയണ്ട മക്കളെ കാര്യങ്ങൾ. ഞാനേ ഇവിടെ അവിടെ നിന്ന് ഇങ്ങോട്ട് പോന്നിട്ട് ടെൻറ്റ് സീനായില്ല. അപ്പോൾ ടെൻറ്റ് മാറ്റാൻ ചെറിയ ഡെക്കാത്തലം ഉണ്ടായിരുന്നു. അവിടെ നിന്ന് 25 കിലോമീറ്റർ കഴിഞ്ഞപ്പോൾ അങ്ങനെ ഡെക്കാത്തലോണിലേക്ക് വന്നപ്പോൾ ഡെക്കാത്തലോൺ വെച്ച് കഴിഞ്ഞാൽ 10 മണിക്ക് ഉറക്കുള്ളൂ. ഞാനത് 8:15 എത്തി. അങ്ങനെ നോക്കുമ്പോൾ പെട്ടെന്നായി. ഇവിടെ വെച്ച് കഴിഞ്ഞാൽ ഡെക്കാത്തലോ ഉണ്ട്, KFC ഉണ്ട്, മക്ഡൊണാൾഡ്സ് ഉണ്ട്, പ്യൂമ, ബർഗർ കിങ് ഒക്കെ ഉണ്ട്, ക്രോമേരെ ഷോറൂം, ഒരു സാധനങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ ഇവിടെയൊക്കെ നോക്കിയപ്പോൾ ഒന്നും തുറന്നിട്ടില്ല. ഇപ്പോൾ ബർഗർ കിങ് മാത്രം തുറന്നിട്ടുണ്ട്, വേറെ ഷോപ്പുകളോ ഒന്നുമില്ല. ഇപ്പോൾ ഹോസ്റ്റലിലിരിക്കാൻ എന്തായാലും ചായ കൊടുത്തിട്ടില്ല. ബർഗർ കിങ് കണ്ടപ്പോൾ ബർഗർ കിങ്ങിൽ കയറിയിരുന്നു. അവിടെ ഓഫറിനില്ല, 2 ബർഗർ വാങ്ങിച്ചിട്ട് അവിടെ ഇരുന്നു. കുറേ നേരം ഇരുന്നു. പിന്നെ ആ ഏറ്റവും നോക്കി തുടങ്ങി. ഞാൻ മാത്രമല്ല, വേറെ ആരുമില്ല. കാലത്ത് 8 മണി തൊട്ട് വന്നിരിക്കുക അവിടെ. അങ്ങനെ ഏറ്റവും ഞാൻ 9 ആയിപ്പോൾ ഞാൻ മെല്ലെ ഇറങ്ങി. ഡെക്കാത്തലം 10 മണിക്ക് ഉറക്കുള്ളൂ, 2 മണിക്കൂർ കൂടി ഉണ്ട്. അങ്ങനെ പറയണ്ട നമ്മളെ ബോസ്റ്റൻ നേട്ടം വെറുതെ ഇരിക്കുക പറഞ്ഞു കഴിഞ്ഞാൽ സമയം ഫോണിൽ വെറുതെ ഇരിക്കും. അല്ലെങ്കിൽ സമയം പോണ വഴി അറിയില്ല. ഇപ്പോൾ അറ്റത്താണ് ഡെക്കാത്തലം. ഇനി മെല്ലെ അങ്ങോട്ട് പോകാൻ നോക്കട്ടെ. സൈക്കിളോടെ വെച്ചിട്ടുണ്ട്. മെല്ലെ പോയി അവിടെ പോയിട്ട് ഞാൻ എൻ്റെ ഫ്രണ്ടിൽ പോയിരിക്കുക. അവർ ചോദിച്ചൊക്കെ കിട്ടുമോ എന്നുള്ളത് നോക്കാം എങ്ങനെ ഉണ്ടാവുമെന്ന്. അപ്പം ശരി. അപ്പോൾ അയ്യോ ഉറങ്ങിയിട്ട് ഇപ്പോൾ കഴിഞ്ഞിട്ടുള്ളോ. ഡെക്കാത്തലണിൽ പോയിട്ടുണ്ടായിരുന്നു നേരത്തെ. അങ്ങനെ അവിടെ പോയിട്ട് അവരോട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞു എൻ്റെ വാറണ്ടിക്ക് കഴിഞ്ഞത് മാറ്റി കിട്ടാൻ പറ്റില്ല എന്ന് പറഞ്ഞേ. പിന്നെ ഒന്നുമില്ല, അത് സ്റ്റിച്ച് ചെയ്യാൻ എന്തെങ്കിലും നോക്കിയപ്പോൾ സ്റ്റിച്ചിങ് ഒന്നും അവിടെ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല, അവിടുന്ന് ഇറങ്ങി. ഓർക്ക ക്ഷീണം. ഇന്നലെയും മര്യാദയ്ക്ക് കിടന്ന് ഉറങ്ങിയിട്ടില്ലല്ലോ, അത് കാരണം അങ്ങനെ അവിടുന്ന് നേരെ വന്നു. ഒരു 5-8 കിലോമീറ്റർ വന്നപ്പോഴേക്കും പിന്നെ ചൂടായി. അപ്പോൾ പിന്നെ ഒരു പെട്രോൾ പമ്പ് കിട്ടി, കണ്ടില്ല, ഭാരത് പെട്രോളിയം. അവിടെ വന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഇവിടെ എല്ലായിടത്തും വെയിൽ, ആകെ വെയിൽ കുറവുള്ളതായി ഇത് കാണുന്ന സൈഡ് മാത്രമല്ലോ. ഞാൻ വരുമ്പോൾ അവിടെയൊക്കെ വെയിൽ നടന്നില്ല, പക്ഷേ വെയിൽ കൂടി ഇവിടേക്കൊക്കെ എത്തി. പക്ഷേ ഈ ഗ്യാപ്പുള്ള കാരണം ഇവിടെ നിന്ന് ഇങ്ങോട്ട് കടക്കണില്ല. പിന്നെ ഇവിടെ ഇങ്ങനെ സെറ്റായി. 11:15 അതിൻ്റെ ഇവിടെ എത്തുമ്പോൾ ഇപ്പോൾ സമയം എത്രയും 2:30. ഇനി മെല്ലെ ഇവിടുന്ന് നീങ്ങാൻ നോക്കും. ഇവിടുത്തെ ചേട്ടന്മാരത് നല്ല ചേട്ടന്മാരാ. ആദ്യം വന്നിട്ട് മാനേജറും ഇവിടുത്തെ പണിക്കാരും കൂടി വന്നിട്ട് ചായയും ബിസ്ക്കറ്റ് കൊടുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ കരിമ്പ് ജ്യൂസ് കൊടുന്നു. പിന്നെ വെള്ളം കൊടുന്നു. നല്ല ആൾക്കാരാ. അതിന് ഫോൺ അതിനുള്ള ചാർജ് വാങ്ങിച്ചിട്ടുണ്ട്. അത് എടുത്തിട്ട് മെല്ലെ ഇവിടെ നിന്ന് പോകാൻ നോക്കാം. ഓ സൈക്കിള് വെക്കുമ്പോൾ ഒരു തരി പോലും വെയിലാണെന്നല്ലോ. നോക്കി തള്ളച്ചിട്ടാണ് ഇരിക്കുന്നുണ്ടാവുക നാളെ മൊത്തം. മെല്ലെ ഇവിടെ നിന്ന് പോകാൻ നോക്കാം. വയ്യാതായി ഉറങ്ങി കഴിഞ്ഞപ്പോഴേ ഭയങ്കര ക്ഷീണം. അല്ല ഇങ്ങനത്തെ സ്ഥലത്തൊക്കെ എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം. വല്ല പാമ്പൊക്കെ ഉണ്ടാവും. ഞാൻ എപ്പോഴും ആലോചിച്ചത് എൻ്റെ കഴിഞ്ഞിട്ട് വല്ല പാമ്പൊക്കെ വന്നു കഴിഞ്ഞിട്ട്
ഉമ്മ വന്നിട്ട് പോയി കഴിഞ്ഞാൽ അറിയില്ലല്ലോ. എന്ത് ചെയ്യാലേ? എൻ്റെ അവിടെ നിന്ന് എനിക്ക് കഴിഞ്ഞ് അയ്യ. അങ്ങനെ പഞ്ചാബിലിപ്പോൾ രാജ്പൂർ എന്ന് പറഞ്ഞുള്ള റോഡ് കഴിഞ്ഞിട്ട് ആ സ്ഥലം കഴിഞ്ഞിട്ട് ഇപ്പോൾ പട്ടിയാല എന്ന് പറഞ്ഞ വഴിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല വെയിലുണ്ട് കേട്ടാ. പ്രത്യേകിച്ച് കാഴ്ചകളൊന്നുമില്ല. പക്ഷേ ഇവിടെ സാധനങ്ങൾ വിൽക്കരിക്കണ ആൾക്കാരില്ലേ, അവർ കാണുമ്പോൾ എന്താണോ മറ്റേ ദൈവങ്ങളെ കാണുമ്പോൾ കൈകൂപ്പില്ല. അതേപോലെ കൈകൂപ്പണയ്ക്ക് എന്താ സംഭവം മനസ്സിലാവില്ലേ? അങ്ങനെ ചോദിക്കാമെന്നില്ല. ഇവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ ഫുള്ളിപ്പോൾ കരിമ്പും മാതളനാരങ്ങി ഒക്കെ വിൽക്കാൻ വേണ്ടി ആൾക്കാർ നിൽക്കുക. ചൂട് കൂടി തുടങ്ങിയതുകൊണ്ട് ഇവിടെ അത് കാരണം കൊണ്ട് ഇത്ര നേരം വരുമ്പോഴൊന്നും ഇവിടെ കടകളൊന്നും കുറവാർന്ന് വരും വഴിക്കൊക്കെ. എല്ലായിടത്തും ഉണ്ട് ജ്യൂസ് കടകൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. ചൂട് തുടങ്ങിയതുകൊണ്ട് രാജ്പൂട്ട് എന്ന് പറഞ്ഞിട്ട്, രാജ്പൂട്ട് എന്ന് പറഞ്ഞിട്ടാണ് ആ സ്ഥലത്തിൻ്റെ പേരാവൂലേ. ഇവിടെ ഇനി ഒരു ഗുരുദ്വാര ഉണ്ടെന്ന് പറഞ്ഞേ. അപ്പം ഇന്ന് സ്റ്റേ എന്ന് ഗുരുദ്വാരയിലാക്കാൻ പറ്റുമോ നോക്കി നോക്കണം ഒന്ന് നൈസായിട്ട്. ഗുരുദ്വാരയിലാകുമ്പോൾ പ്രശ്നം വെച്ചാൽ നമ്മൾ ഫോൺ ഉപയോഗിക്കാൻ പറ്റില്ല രാത്രി കഴിഞ്ഞാൽ. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു നടന്നു ഒരു സുഖമായില്ല എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ രാത്രി നമ്മൾ കിടക്കുമ്പോൾ ചിലപ്പോൾ റൂമായിട്ട് കിട്ടാൻ കുഴപ്പമുണ്ടാവില്ല. അല്ലാണ്ട് കിടക്കുമ്പോൾ അപ്പുറത്തൊക്കെ ആൾക്കാർ എടുക്കും. നമ്മൾ ഫോൺ ഉപയോഗിക്കുമ്പോൾ അവർക്ക് ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമുക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ അവരാ പറയണത് നമുക്ക് ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. അപ്പോൾ അത് കാരണം ഞാൻ പറഞ്ഞേ ഒരു സുഖമായില്ല, ധർമ്മശാല പിന്നെയും എന്നുള്ളത്. ഇപ്പോൾ പിന്നെ ഗുരുദ്വാരയിൽ ആകെ ഒരു ദിവസം ഞാൻ കിടന്നിട്ടുള്ളൂ. വേറെ ഗുരുദ്വാരയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കാം, പറയാമല്ലോ വ്യത്യാസം തോന്നുന്നത്. ഇവിടെ 2 കിലോമീറ്റർ കഴിഞ്ഞിട്ടുണ്ടെന്നാ പറഞ്ഞേ. ഇനി ഇവിടുന്ന് ലുധിയാനയ്ക്ക് 82 കിലോമീറ്റർ ഉണ്ട്. ലുധിയാന 82 കിലോമീറ്റർ, അമൃത്സറിലേക്ക് 224 കിലോമീറ്റർ. നമുക്കിനി ലുധിയാനയിലേക്ക് ആദ്യം പോകണം. ലുധിയാനയിലേക്ക് എന്തായാലും ഇന്നെത്തില്ല, നാളേക്ക് എങ്ങനെയാലും എത്താൻ പറ്റുമെന്ന് നോക്കാം. ഇന്നിപ്പോൾ എത്ര കിലോമീറ്ററായി? 81 കിലോമീറ്റർ ആയിട്ട് ഓടിച്ചിട്ടുണ്ട് ഇപ്പോൾ. ശരിക്കും പറഞ്ഞാൽ ഡെക്കാത്തലോളേക്ക് പോകാൻ വളഞ്ഞ് വന്നിട്ടുള്ള കാരണം അത് വളഞ്ഞ് വരേണ്ട ഒരു കാര്യം നടന്നില്ല. കാര്യം നടക്കുകയും ചെയ്തില്ല, വെറുതെ 10-30 കിലോമീറ്റർ വളഞ്ഞു. അത് കിട്ടാഞ്ച വേഗം കിട്ടാഞ്ച കിട്ടിക്കോട്ടെ. ഇനി ഇന്ന് ടെൻ്റ് അടിക്കണം. ടെൻ്റ് അടിക്കേണ്ട കേസൊക്കെ സീനാണ്. അത് അടുത്ത പണി മറന്നിരിക്കുകയാണ്. ഗുരുദ്വാരയിലേക്ക് പറ്റിയില്ലെങ്കിൽ പിന്നെ ടെൻ്റ് അടിക്കേണ്ട കാര്യം സീനാണ്. അത് പൊട്ടിയിട്ടുള്ള കാരണം ടെൻ്റൊക്കെ നോക്കി നോക്കാം എന്താവും എന്നുള്ളത്. ഇവിടെ പാടങ്ങൾ നോക്കി ജാതി രസാട്ടാ. ഇവിടുത്തെ നമ്മുടെ അവിടെ പാടങ്ങൾ ഫുള്ള് പച്ചല്ലേ. ഇവിടെ ഏറ്റവും കൂടുതൽ മറ്റേ ഉണങ്ങിയ പോലത്തെ ഗോതമ്പിൻ്റെ അതിനപ്പുറത്ത് ഉണ്ട്. പക്ഷെ ബാക്കിലൊക്കെ ഫുള്ള് കണ്ടില്ല, ഫുള്ള് ഉണങ്ങിയ പോലത്തെ. നല്ല രസമാണ് കാണാൻ. ഇവിടെ വന്നു കഴിഞ്ഞാൽ മറ്റേ ഗോലി സോഡ ഇല്ലേ, ഗോലി സോഡ കണ്ട ഇത് കുറേ കാണാം അവിടെ. ഇവിടെ എല്ലായിടത്തും കണ്ടമാനം ഗോലി സോഡ കാണാനുണ്ട്. നല്ല വില കാരണം 30 രൂപയ്ക്ക് ഒരു ഗോലി സോഡയ്ക്ക്. എന്താണാവോ ഇത്ര വില? അങ്ങനെ അയ്യോ ഞാനേ നല്ല ഗുരുദ്വാരം നോക്കട്ടാണ്. വണ്ടി വരും നോക്കി പെട്ടിച്ച് അപ്പുറത്തേക്ക് പോകുന്നത് വരും നോക്കി ആ പോകും ഇപ്പോൾ അപ്പുറത്തേക്ക്. അങ്ങനെ മുങ്കാണ്ട് അറിയുന്നുണ്ട്. നേരെ അപ്പുറത്തെ കാണാലേക്ക് വീഴുക. എന്താ ചെയ്യാലേ? അങ്ങനെ രണ്ട് ദിവസമായിട്ട് കുളിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ കൂടുതൽ കണ്ട് പാസ്സാക്കി ആദ്യം വന്നിട്ട്. നേരെ അവിടെ നിന്ന് വന്നിട്ട് നേരെ ഒരു ഇഞ്ചൻ ഓയിലിൻ്റെ പമ്പ് കിട്ടി. നല്ല വലിയ പമ്പാട്ടോ. അത് നോക്കി ഭയങ്കര വലിപ്പമുണ്ട് പമ്പ്. പക്ഷേ ഇതിൻ്റെ ഏറ്റവും വലിയ ഭംഗി എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ബാക്കിലുള്ള പാടം നോക്കി. എന്നിട്ട് പാടം നോക്കി ഗോതമ്പ് പാടാണ് ഫുള്ള്. ജാതി രസം. ഗോതമ്പ് പാടത്തിൻ്റെ നടുക്കലത്തെ പമ്പിൽ ഇന്ന് ടെൻ്റ് അടിക്കുക. അവിടെയാണ് ടെൻ്റ് അടിച്ചിട്ടുള്ള കണ്ട. ഇവിടുത്തെ ആൾ എന്ത് പറഞ്ഞാലും മാത്രം പറയണല്ലോ, ഒന്നും പറയണമെന്നില്ല. എവിടെ ടെൻ്റ് അടിക്കണമെന്ന് വെച്ചാൽ എവിടെ അടിക്കുക അവിടെ അടിക്കട്ടെ. ഇതന്നെ. അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞു. കുളിക്കാനെന്ന് വെച്ചാൽ സുഖസുന്ദരം അറിയൂ. എന്ത് തണുത്ത വെള്ളമെന്ന് അറിയൂ. മറ്റേ മുകളിലെ പൈപ്പ് നമ്മളിങ്ങനെ ഇരുന്നാൽ മതി. അപ്പം ഇങ്ങനെ തുറന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ഇരിക്കുക. ഹായ് എന്ത് സുഖമായിട്ട് കുളിച്ചാന്ന് അറിയൂ. അങ്ങനെ ശരിക്കും പറഞ്ഞാൽ അങ്ങനത്തെ മാവൊക്കെ കണ്ടില്ലേ പാടത്തിൻ്റെ നടക്കില്ലേ, അവിടെ ടെൻ്റ് അടിക്കാൻ പറ്റണം. പക്ഷേ ഈ പാടത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ ഇവരൊക്കെ ചിലപ്പോൾ മേട്ടം കിട്ടും. അത് പ്രശ്നമാണ്. എന്ത് ഭംഗിയാവില്ലേ. നല്ല സൂപ്പർ ഗോതമ്പ് പാടം. ഇത്ര നേരം വരുമ്പോൾ ചെറുതാണ് നടന്നത്. ഇപ്പോൾ വലുത് കാണപ്പോൾ സമാധാനം. പഞ്ചാബിൽ ശരിക്കും ഗോതമ്പ് കൃഷി എന്ന് പറഞ്ഞാൽ ശരിക്കും ഉണ്ട്. കണ്ടില്ല എന്ന് പറയുന്നത് കേട്ടോ. അങ്ങനെ പെടപ്പനായിട്ട് ഇന്നപ്പോൾ സ്റ്റേയും സെറ്റായി. ഇവിടെ നിന്ന് നാളെ കാലത്ത് എന്നിട്ട് പോകണം. ലുധിയാന എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്, അവിടേക്ക് പോകണം. അവിടെ എന്നിട്ട് 10-80 കിലോമീറ്ററിൻ്റെ അടുത്ത് കണ്ടിട്ടുണ്ട്. 78 80 80 തന്നെ പിടിച്ചോ.
അത്ര കിലോമീറ്ററിൻ്റെ ലുധിയാന. അപ്പോൾ നാളെ എങ്ങനെയെങ്കിലും അവിടേക്ക് എത്താൻ പറ്റുമെന്നുള്ള പരിപാടി നോക്കണം. ഇനി ഭക്ഷണം അവിടെ നിന്ന് വാങ്ങേണ്ടി വരും. അല്ലാന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ഉണ്ടാക്കാൻ പറ്റുമെന്ന് അറിയില്ല. ഇവിടെ ചോദിച്ചു നോക്കിയൊക്കെ വന്ന് നോക്കട്ടെ എങ്ങനെ കാര്യങ്ങളെന്നുള്ളത് അറിയില്ല. അങ്ങനെ അപ്പോൾ ടെൻറ്റിൻ്റെ ഉള്ളിൽ പോയിട്ട് കുറച്ച് നേരം റെസ്റ്റ് എടുക്കാം. എഡിറ്റിങ് പരിപാടികളൊക്കെ ഉണ്ട് ഇനി. നല്ല വലിപ്പമുള്ള പമ്പ കണ്ടില്ലേ. ഇത്ര വലിയ പമ്പായിട്ട് ക്യാമറ ഒന്നും കാണാനില്ല ഇവിടെ ക്യാമറ ക്യാമറയൊക്കെ ഉണ്ട്, CCTV ക്യാമറ ഒക്കെ ഉണ്ട്. ഞാൻ വിചാരിച്ചു ക്യാമറ ഒന്നും കാണാനില്ല. അങ്ങനെ ടെൻറ്റ് സൈക്കിളൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട്, സെറ്റായി. ഇനി പോയിട്ട് കുറച്ച് നേരം എഡിറ്റ് ചെയ്യുക, എന്നിട്ട് പോയി ഫുഡ് വാങ്ങാനുള്ള പരിപാടി നോക്കാം. സാധാരണ എന്തെങ്കിലുമൊക്കെ കയ്യിലുണ്ടാവാറുണ്ട്, ഇന്നൊന്നുമില്ല. അങ്ങനെ ഇന്ന് പെട്രോൾ ചേട്ടന്മാരെന്ന് വെച്ചാൽ ഇവിടെ ഞാൻ അവിടെ നിന്ന് ചാർജ് ചെയ്യാൻ ഗ്യാസ് ഇരിക്കുന്നത്. ഞാൻ ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടി ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു ഫുഡ് ഉണ്ടായിക്കോന്ന് പറഞ്ഞു. സാധനങ്ങളൊക്കെ ഉണ്ട്, സെറ്റാന്ന് പറഞ്ഞു. ഞാൻ ഒന്നും നോക്കിയില്ല, മാഗി എടുത്ത് വന്നു. അപ്പോൾ അവർ പറഞ്ഞു റൊട്ടിയും കറിയൊക്കെ ഉണ്ട്, വേണമെങ്കിൽ റൊട്ടിയും കറിയൊക്കെ ഉണ്ടായിക്കോന്നു. ഞാനെച്ചാൽ റൊട്ടി കഴിച്ച് മടുത്തു പോയി. റൊട്ടി തന്നെ വയ്യാണ്ടായി. ഞാനെച്ചാൽ മാഗി ഉണ്ടാക്കാന്ന് ചോദിച്ചു. കുറേ നാളായി മാഗിയൊക്കെ ഉണ്ടാക്കിയിട്ട്. മാഗി ഇവിടെ ഞാൻ ചോദിച്ചു വേറൊരു ചിന്തല്ലേ, ഈ മാഗി തന്നെ മാഗി. ഇവിടെ പിന്നെ മുട്ടയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ മുട്ട ഒന്നും ഉണ്ടാക്കാൻ കണ്ടില്ല. അപ്പോൾ മാഗി ഉണ്ടാക്കിയിട്ട് മെല്ലെ കഴിക്കാം. അവരോട് വേണമെന്ന് ചോദിച്ചു നോക്കാം. भाई तुमको मैगी है? कितना मैगी? 2 मैगी है हमारे पास है. 2 3 है. तुमको? मेरे को थोड़ा चाहिए. थोड़ा ये 2 है. हो जाएगा. तुमको? मैं बनाऊंगा ये डाल दूंगा. ओके. एक कट करके प्याज टमाटर हरी मिर्च. मेरे को नहीं है, तुमको? सही है. ओके कट करेगा. टेंशन फ्री ये बना देगा. ओके. ओके. ഇവരൊക്കെ ഉണ്ട്, സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇവരെ കയറ്റി മാഗി കഴിക്കാം. तुमको मैगी है? हमारे पास एक पैकेट एक्स्ट्रा है. 1 मिनट ഇവിടെ നിൽക്ക്. हमारे पास पैकेट एक और एक्स्ट्रा है हमारे पास है. फिर ले आओ. 3 बनाने हैं. ഒരു സെറ്റാ. അപ്പോൾ ഇവരായിട്ട് ഒന്ന് പിടയ്ക്കാം. ഒരു സന്തോഷമല്ലേ അവർക്ക് വേണമെന്ന് പറയുമ്പോൾ കൊടുക്കുക. കറക്റ്റ് പോയാൽ 3 ഉണ്ട്. മാഗി അല്ല, പക്ഷേ ഇപ്പിയാണ് കൊണ്ടുവരാനുള്ളത്. അപ്പോൾ അവർക്കൊരു സന്തോഷമാവട്ടെ അല്ലേ. ഒരെണ്ണുണ്ട്, കറക്റ്റ് ഭാഗ്യമുണ്ട്. നമുക്കൊരാൾ ഒരു ഹെൽപ്പ് ചെയ്യുമ്പോൾ തിരിച്ചും കൂടെ ഒരു ഹെൽപ്പ് ചെയ്യണ്ടേ, ഒരു മര്യാദ അല്ലേ. 3 എണ്ണമായി. അങ്ങനെ ഇതാണ് കേട്ടോ ഇവിടെ. അയ്യോ തുറസല്ല. അയ്യോ ഇത് ചൂടായി എന്നാണാവോ. ചൂടാവും തിളച്ച് മൊത്തം. हल्का बॉईल करना बस हल्का. हल्का बॉईल करना बस हल्का. ऑयल मतलब वो करना. ഓയിൽ നെയ്. അങ്ങനെ ഞങ്ങൾ ഇത് ഉണ്ടാക്കിയിട്ട് വരാം. ഞാനിവിടെ മാഗി ഉണ്ടാക്കിയിട്ട് മസാലപ്പൊടിയൊക്കെ ഇട്ട് പുളി. ഇങ്ങനെയല്ല വേറെ മാഗി ഉണ്ടാക്കാന്ന്. ഇവരുടെ മസാല എങ്ങനെയാണെന്ന് അറിയില്ല. നമുക്ക് നോക്കി നോക്കാം. അവർ മസാല ഉണ്ടാക്കുന്നുണ്ട്, നമുക്ക് നോക്കാം. भाई तुम्हारा नाम क्या है? संजीव. मेरा नाम रंजित. हाँ ये पंजाबी टाइप है. यूपी टाइप है. तुम इधर से नहीं? ये इधर बैठे. हाँ ഓക്കെ. അപ്പോൾ നമുക്ക് UP-കാരുടെ മാഗി കാണാം എങ്ങനെ ഉണ്ടാക്കണമെന്ന്. ഇതൊന്നും ഇല്ലതായി. ഭായി നമുക്ക് വേണ്ടിയിട്ട് സാധനമൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ പ്ലേറ്റൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ആള്. കണ്ടോ ഫുൾ സെറ്റാണ് കാര്യങ്ങൾ. ആളുള്ള ഈ പാത്രത്തിലുള്ള ഫുൾ മസാലകളും കുറേ ഒരു 4 തരം കട്ടിങ് എടുത്തോ. പിന്നെ ഇയാളുടെ ഇതിലുള്ള ഒരു 10 തരം മസാലയും ഒരു 4 തരം മുളക് പൊടി, കുരുമുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, അങ്ങനെ എല്ലാ സാധനങ്ങളും ഇട്ടിട്ടുണ്ട്. തക്കാളി, വെളുത്തുള്ളി, ഫുൾ സാധനങ്ങൾ ഇട്ടിട്ടാണ് നമുക്ക് സാധനങ്ങൾ സെറ്റ് ചെയ്ത് നമ്മൾ ഇത് കഴിച്ചിട്ട് കഴിച്ച് നോക്കണം. അതാണ് അടുത്ത ടാസ്ക്. ഫുൾ പ്ലേറ്റൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. വേറൊരാളും കൂടി അവിടെ ഉണ്ട്. നമുക്ക് എന്താവും എന്നുള്ളത് നോക്കണം എല്ലാം അടുത്തത്. അതാണ് അടുത്ത ചടങ്ങ്. ആളിത് സബോള ചെയ്യാൻ പോയിട്ടുണ്ട്. എന്ത് സ്നേഹമുള്ള മനുഷ്യനല്ലേ, എനിക്ക് വേണ്ടിയിട്ട് ഒപ്പം ഉണ്ടാക്കിയെന്ന് കൊടുക്കുന്നു പാവം. അങ്ങനെയാണ് കാര്യങ്ങൾ. നമ്മളെ ബായി നമുക്ക് വേണ്ടിയിട്ട് മാഗി സാധനം സെറ്റ് ചെയ്ത് തന്നിട്ട്. ബായ് അച്ഛാ സൂപ്പർ.
സൂപ്പർ മാഗി കേട്ടാ വിചാരിച്ചപ്പോൾ എല്ലാവരും ഉണ്ടാകാണ്ടപ്പോൾ വിചാരിച്ചില്ല ഇത്ര ടേസ്റ്റ് ഉണ്ടാവുന്നു. ഇപ്പം അടുത്ത സാധനം വേണ്ടി ഇഷ്ടപ്പെട്ടു. साल्ट ज़्यादा है. ज़्यादा नहीं है, करेक्ट है. मसाले में भी है था ना साल्ट. हाँ मसाला में भी था ना साल्ट. हाँ इसमें थोड़ा നിങ്ങൾ കഴിക്കട്ടെ കേട്ടോ. അപ്പോൾ ശരി.